നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. രതീഷ് ജോലി സംബന്ധമായി ബഹറിലാണെന്നിരിക്കെ ഗേറ്റ് പൂട്ടിയ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതാണ് സംശയത്തിനിടയാക്കിയത്. ബന്ധുക്കളെത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അകത്ത് കടന്നു നോക്കിയപ്പോൾ എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവരമറിയിച്ചതനുസരിച്ച് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിവരുന്നു. മണ്ണമ്പേട്ടയിൽ മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം. വൈദ്യശാലപ്പടിക്ക് സമീപം മഞ്ഞളി ഫ്രാൻസിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. കഴിഞ്ഞ രാത്രിയിൽ വീട്ടുകാർ ആശുപത്രിയിലായിരുന്നു. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ തിരികെ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. വിലപിടിപ്പുള്ളവ വീട്ടിൽ നിന്നും നഷ്ടമായിട്ടില്ലെന്ന് കുടുംബം അറിയിച്ചു. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പി രതീഷിന്റെ വീട്ടിലും കഴിഞ്ഞ രാത്രിയിൽ മോഷണ ശ്രമം നടന്നിരുന്നു. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. അവിടെ നിന്നും വിലപ്പെട്ടവ നഷ്ടമായിട്ടില്ലായിരുന്നു. 2 മോഷണ ശ്രമ കേസുകളിലും വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കേരളം, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സോണലിന്റെ സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ്, സീനിയർ ഓഫീസർ ജെ അപ്പുക്കുട്ടൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, മെഡിക്കൽ ഓഫീസർ അനുപ്രിയ, സൈക്യാട്രി സോഷ്യൽ വർക്കർ KP അയന, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TR രാഗേഷ്, ജിതിൻ ബാബു, അനീഷ് ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടേത് ദുർഭരണവും വികസന മുരടിപ്പുമാണെന്നാരോപിച്ച് LDF കാൽനട ജാഥ നടത്തി. ചെങ്ങാലൂർ നരശിലയിൽ നിന്നും ആരംഭിച്ച ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സുനന്ദ ശശി അധ്യക്ഷയായി. ക്യാപ്റ്റൻ AV ചന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ VR രബീഷ്, മാനേജർ അൽജോ പുളിക്കൻ, KM ചന്ദ്രൻ, CU പ്രിയൻ, PC സുബ്രൻ, സരിത രാജേഷ്, PN വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുക്കാട് പഞ്ചായത്ത് തല പ്രതിഷേധ ജാഥയും കുറ്റവിചാരണ സദസ്സും നടത്തുന്നതിന് വേണ്ടി തുടക്കം കുറിച്ച ഈ നരശില സെന്ററിൽ ബഹുമാന്യനായ പുതുക്കാട് നിയോജകമണ്ഡലം MLA സഖാവ് KK രാമചന്ദ്രൻ അവർ പതാക ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് കൈമാറി ഇവിടെ ഏൽപ്പിച്ചതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, LDF അല്ലാത്ത ഇതര കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ നടപ്പിലാക്കേണ്ടതായ കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന കാര്യങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഫണ്ടുകൾ അനുവദിച്ചിട്ട് നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ, അതിൻ്റെ മുരടിപ്പുകൾ എല്ലാം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാൽനട പ്രചരണ ജാഥകൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, KA ഹനീഫ, ജെയ്സൺ PDAക്കൽ, KV തോമസ്, പ്രതീഷ് പണ്ടാരത്തിൽ, സന്തോഷ് കാവനാട്, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും വെറ്റിനറി ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന തെരുവു നായകളുടെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ ഹനിത ഷാജു, ഷീബ നികേഷ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഗിഫ്റ്റി ഡെയ്സൺ, മായ രാമചന്ദ്രൻ, കപിൽ രാജ്, ലിൻഡോ തോമസ്, വെറ്റിനറി ഡോക്ടർ സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പോട്ട കരിപ്പായി വീട്ടിൽ 44 വയസ്സുള്ള സതീഷിനെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് KR രമ ശിക്ഷിച്ചത്. 2017 അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്ന് പോട്ട സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സരസുവിനെ വെട്ടുകത്തികൊണ്ട് പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി. ആയുധം ഉപയോഗിച്ച ഗുരുതര പരിക്കേൽപ്പിക്കൽ പ്രകാരം 5 വർഷം തടവും 10,000 രൂപ പിഴയും വധശ്രമത്തിന് 5 വർഷം തടവും കോടതി വിധിച്ചു. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അന്നത്തെ ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ജയേഷ് ബാലനും ASI തമ്പിയും ചേർന്നാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഡ്വക്കേറ്റുമാരായ PA ജെയിംസ്, AB ഗോപുരൻ എന്നിവർ കോടതിയിൽ ഹാജരായി. കയ്പമംഗലത്ത് വയോധികനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്. ചന്ദ്രപിന്നി സ്വദേശികളായ പൊനത്തിൽ വീട്ടിൽ സദാശിവൻ, പൊനത്തിൽ വീട്ടിൽ സത്യദേവ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 18-നാണ് സംഭവം. കയ്പമംഗലം വഴിയമ്പലം സ്വദേശി തൈക്കൂട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണനെ വഴിയമ്പലത്തിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആയുധം കൊണ്ട് തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് പ്രതികൾ ഉണ്ണികൃഷ്ണനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO R ബിജു, SI T അഭിലാഷ്, GSI ജെയ്സൺ, GSCPOമാരായ സുനിൽ കുമാർ, വിപിൻ, ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 82,000 കടന്നു. 1 പവൻ സ്വർണത്തിന് 600 രൂപ വർദ്ധിച്ച് വില 82,240 ആണ്. 1 ഗ്രാം സ്വർണത്തിന് 10,280 രൂപയാണ്. ചരിത്രത്തിലാദ്യമായി 82,000 കടന്ന് കുതിച്ച സ്വർണ്ണവില 2 ദിവസം കൊണ്ട് 81,000-ന് താഴെ എത്തിയിരുന്നു. എന്നാൽ ശനിയാഴ്ച വീണ്ടും സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ മാസം ആദ്യം 77,640 രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില. സെപ്റ്റംബർ 9-നാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില 80,000 പിന്നിട്ടത്. ചൊവ്വാഴ്ച 1 പവൻ സ്വർണത്തിന് 82,080 എന്ന നിലയിലേക്കും വില ഉയർന്നിരുന്നു. പിന്നീടുള്ള 2 ദിവസങ്ങളിലായി വിലയിൽ ഇടിവ് നേരിട്ടെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ വർധനയോടെ ഈ മാസത്തെ ഉയർന്ന വിലയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്തിയില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് വരുന്നതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും.
കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,280 രൂപയും പവന് 82,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.